ലിറ്ററേച്ചർ ഫെസ്റ്റിന് ഇന്ന് സമാപനമാവുകയാണ്. സാഹിത്യ സംവാദങ്ങളുടെയും രാഷ്ട്രീയ സംവാദങ്ങളുടെയും അരങ്ങ് ഇന്ന് ഒഴിയുകയാണ്. ജോഷില ചേരുകയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. എന്തുണ്ട് കോഴിക്കോട് വിശേഷം? കോഴിക്കോട് വിശേഷങ്ങളേ ഉള്ളൂ മനു. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി വിശേഷങ്ങൾ മാത്രം തങ്ങി നിൽക്കുന്ന ഒരു നാടായി കോഴിക്കോട് മാറിയിരിക്കുകയാണ്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന് ഇന്ന് സമാപനം കുറിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ വിഷമം ഒരുപക്ഷെ കോഴിക്കോട്ടുകാർക്കും കോഴിക്കോടേക്ക് വന്ന അതിഥികൾക്കും ഉണ്ടാകും എന്നാണ് തോന്നുന്നത്. ഇവിടെ അത്രയേറെ വിവാദങ്ങളും രാഷ്ട്രീയ സംവാദങ്ങളും സാഹിത്യ സംവാദങ്ങളും നടന്നു. അരങ്ങു തകർത്തു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ 300-ലധികം വിഷയങ്ങളിലാണ് ഇവിടെ സംവാദം നടന്നത് എന്നുള്ളതാണ്. 300 വേദികളിൽ സംവാദം നടന്നു. എഴുത്തുകാർ, സാഹിത്യകാരന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, ഇങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകൾ സംവാദങ്ങളെ നയിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം അത് കോഴിക്കോടിൻ്റെ ഏറ്റവും മനോഹരമായ ഈ ഒരു കടൽ തീരത്ത് നടക്കുന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ വളരെ മനോഹരമായ ഒരു കാര്യം. വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് നിറഞ്ഞു നിന്നത് വിവാദങ്ങളായിരുന്നല്ലോ. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ, കോഴിക്കോട്ടെ സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന കാഴ്ചയേക്കാൾ ഇഷ്ടം വിവാദങ്ങളായിരുന്നല്ലോ. തീർച്ചയായും മനു, അനാവശ്യമായ രാഷ്ട്രീയ വിവാദങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം KLF കഴിഞ്ഞ 6 തവണയും ഇവിടെ നടന്നിരുന്നു. രാഷ്ട്രീയ സംവാദങ്ങൾ നടന്നിരുന്നു, സാഹിത്യ സംവാദങ്ങൾ നടന്നിരുന്നു. ആ സാഹിത്യ സംവാദങ്ങളിലും രാഷ്ട്രീയ സംവാദങ്ങളിലും എല്ലാം പങ്കെടുത്ത ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട്. സമൂഹത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതിന് അപ്പുറത്തേക്ക് അതൊരു രാഷ്ട്രീയത്തിലെ പകപോക്കലായിട്ട് ആരും ഇതുവരെ കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത്തവണ മാധ്യമങ്ങൾ ചെയ്തത് അതായിരുന്നില്ല. അത് ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരു ആയുധമാക്കിയെടുക്കുകയും എം ടി കഴിഞ്ഞ 20 വർഷം മുമ്പ് എഴുതിയ ലേഖനം അതേപടി വായിക്കുകയായിരുന്നു. അതിൻ്റെ ആദ്യ വരിയിലും അവസാന വരിയിലും മാത്രമായിരുന്നു മാറ്റം വരുത്തിയത്. അദ്ദേഹം വളരെ സ്വതന്ത്രമായി വളരെ നല്ല രീതിയിൽ, അതായത് സമൂഹത്തിന് ഗുണം ചെയ്യണം എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ച ഒരു കാര്യത്തെ അത് മറ്റ് കേരള സർക്കാരിനെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിലാക്കി മാറ്റാനുള്ള ശ്രമം, കൊണ്ടുപിടിച്ച ശ്രമമാണ് മാധ്യമങ്ങൾ നടത്തിയത് എന്നുള്ളതാണ്. ഇതിനു വേണ്ടി ഇവിടേക്ക് വന്ന രാഷ്ട്രീയക്കാരെയും അതുപോലെ തന്നെ സാഹിത്യകാരന്മാരെയും ഉപയോഗപ്പെടുത്താനുള്ള ശ്രമവും നടത്തി എന്നുള്ളതാണ്. നമുക്കറിയാം, മറ്റ് നാട്ടുകാർ പറയുന്നത് പോലെ മാപ്രകൾ എന്ന് വിളിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക്, അല്ലെങ്കിൽ അതൊരു മാധ്യമ പ്രവർത്തകൻ എന്നതിന്റെ ഷോർട്ട് ഫോം ആണെങ്കിൽ കൂടി ആളുകൾ അത് ഉപയോഗിച്ച് വരുന്നത് വളരെ ഒരു എന്താ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. ഇത്തരം സംവാദങ്ങളെ കൊഴുപ്പിക്കാനുള്ള ശ്രമം മാധ്യമങ്ങളുടെ തീർച്ചയായും അതൊരു അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക്, അതായത് ആ പ്രയോഗം തന്നെ മോശമായ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നത് ഒരുപക്ഷെ ജനങ്ങൾ ഇതുകൊണ്ടായിരിക്കാം. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു KLF-നെയും കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും KLF-ൽ അതിന് പങ്കെടുക്കാനായി ഇവിടെ എത്തിയ ഒരുപാട് പേർ നമ്മുടെ കൂടെയുണ്ട്. ഒരുപാട് കുട്ടികൾ, യുവാക്കളുടെ ഒരു സംഗമവേദി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സാഹിത്യത്തെ സ്നേഹിക്കുന്ന, രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്ന, സംവാദങ്ങളെ സ്നേഹിക്കുന്ന ഒരു പുതിയ തലമുറ, ആ തലമുറ നമ്മുടെ കൂടെയുണ്ട്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ KLF കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ്? എങ്ങനെയാണ്? കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാളും അടിപൊളിയായിട്ട് പരിപാടി കണ്ടന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇന്നലെ ഒരു ഈവനിങ് ആയപ്പോഴാണ് എത്തിയത്. ഇവർ 3-4 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഇവർക്കാണ് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം. എങ്ങനെ സംവാദങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ സംവാദങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സാഹിത്യ സംവാദങ്ങളെക്കുറിച്ചും ഏതൊക്കെ വേദികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാമോ? വേദികൾ എന്ന് പറഞ്ഞാൽ കുറവായിരുന്നു. KLF എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന, അതായത് എഴുത്തിനെ സ്നേഹിക്കുന്ന അങ്ങനത്തെ ആൾക്കാരുടെ ഒരു വേദിയാണ്. എല്ലാവർക്കും ഈ സംവാദങ്ങളും ഈ ചർച്ചകളും ദഹിച്ചോളൊന്നും എനിക്ക് അഭിപ്രായമല്ല. എനിക്ക് വേറെ കാര്യം പറയുന്നത്, ഇന്നലെ ഒരു കഴിഞ്ഞ വർഷത്തിനായിട്ട് കുറച്ചൊരു മോശമായിട്ട് അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഇന്നലെ ഞങ്ങൾ അവിടെ കഴിഞ്ഞ വർഷം ഞങ്ങൾ KLF-ൻ്റെ ആ ഒരു വേദിയിൽ രാവിലെ വരെ കഴിച്ചു കൂട്ടിയിരുന്നു. ആട്ടായിട്ടും പാട്ടായിട്ടും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാർ വരുന്നു, അവരതിൻ്റെ ഷെയർ ചെയ്യുന്നു, പറയാനുള്ള കാര്യം പറയുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നലെ പോലീസുകാർ വന്നിട്ട് ഒരു 12 മണിയാകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ആട്ടി വായിച്ചു. എന്തിനാണെനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. പരിപാടി ഇത്ര സമയത്തിനുള്ള അവസാനിപ്പിക്കണം എന്നുള്ളതുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പരിപാടി കഴിയുന്നതോടുകൂടി എല്ലാവരെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്ന ഒരു സ്ഥിതിയായിരുന്നു. ഞാൻ വരുന്നത് മാവൂരിന്നാണ്. മാവൂരടുത്ത് ഇളവരുന്ന അല്ല, ഞാൻ വന്ന് വണ്ടി ഒന്നുമില്ലാതെ വന്ന് ബസ്സിനോട് വന്നാണ്, അവിടെ നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടുത്തെ ഒരു രാത്രിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ, വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ വന്നിട്ട് പല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നു, ഈ വേദികളെ കുറിച്ച് ഷെയർ ചെയ്യും, ചർച്ചകൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നടക്കുന്ന ഒരു വേദി, ഒരു ഫ്രീ ഉള്ള സ്പേസ് അപ്പോഴാണ് നടക്കുക. എങ്ങനെയുണ്ട് സംവാദങ്ങളെ കുറിച്ച്? സംവാദങ്ങൾ പിന്നെ
വളരെ അനുയോജ്യമായ സംവാദങ്ങൾ നടന്നത് എനിക്ക് പറയാനുള്ളത്. സന്തോഷത്തോടെ കൊണ്ടുവരുന്ന സെഷൻ അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻ അതായിരുന്നു. ഏത് സെഷനായിരുന്നു? സന്തോഷത്തോടെ കൊണ്ടുവരുന്ന സെഷൻ. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സെഷൻ അല്ലേ, ഒരു നല്ല സെഷൻ ആയിരുന്നു അത്. എന്ത് പറയുന്നു ഇത്തവണത്തെ സംവാദങ്ങളെ കുറിച്ചും രാഷ്ട്രീയ സംവാദങ്ങളെ കുറിച്ചും സാഹിത്യ സംവാദങ്ങളെ കുറിച്ചൊക്കെ? വളരെ നല്ലൊരു ഇത് തന്നെയായിരുന്നു. KLF ഒരു മൊത്തത്തിൽ എന്താ പറയുക, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു സംവാദങ്ങളും മൊത്തത്തിൽ ഈ ഒരു ചുറ്റുപാടും ഒക്കെ. സത്യത്തിൽ ഇത് പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ സാഹിത്യത്തോട് അടുപ്പിക്കുന്നു എന്നുള്ള അതായത് ഒരു പുതിയ ബോധമുണ്ടാക്കാൻ സഹായിക്കുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ഇത് അനുഭവപ്പെടുന്നത്? അയ്യോ, ഇങ്ങനെയൊക്കെ ഒരുപാട് യുവാക്കൾ നിലവിൽ കടന്നു വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാളും കൂടുതൽ യുവാക്കൾ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. അതായത് സാഹിത്യത്തെ, അതായത് കൂടുതലായിട്ട് പുസ്തകങ്ങൾ വായിച്ച് KLFനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം കൊണ്ട് വരുന്ന ആൾക്കാരാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും യുവാക്കളിൽ ഈ സാഹിത്യവാസന അല്ലെങ്കിൽ വായനാ വാസനയടക്കം കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നതിന് നേരെ എതിരാണ് ഇവിടുത്തെ അനുഭവം അല്ലേ? തീർച്ചയായിട്ടും ഒരു വിഭാഗം യുവാക്കളും ഇന്നും വായനയുടെ ഭാഗത്തേക്ക് മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ KLF നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് കഴിയുമ്പോൾ എന്ത് പറയുന്നു? പോകുമ്പോൾ കോഴിക്കോടിനെ സ്നേഹിച്ച് പോകുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മിസ്സിങ് തന്നെയാണ്. അടുത്ത വർഷത്തെ ഒരു KLFന് വേണ്ടിയിട്ടാവും ഇനിയുള്ള കാത്തിരിപ്പ് മുഴുവൻ. എന്ത് പറയുന്നു? അത് ഇത് KLFന് വന്നപ്പോൾ നമ്മൾ ഒരുപാട് പേരെ കുറേ സുഹൃത്തുക്കളെ കിട്ടി. പുതിയൊരു അനുഭവം തന്നെയാണ്. അപ്പം ഞാൻ അടുത്തൊരു KLFന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പോകുമ്പോൾ സങ്കടമുണ്ട്? കുറച്ചുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കോഴിക്കോട് തന്നെയാണ് വീട്. കോഴിക്കോടുകാരല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പാലക്കാട്. എന്ത് പറയുന്നു? കോഴിക്കോടിന്റെ അനുഭവം എന്താ? കോഴിക്കോട് അടിപൊളിയല്ലേ? അടിപൊളി. കുഴപ്പമില്ല. പോകുമ്പോ പ്രയാസമുണ്ടോ? നമ്മൾ 4 ദിവസമാണ് KLF. പക്ഷെ നമുക്ക് തോന്നും ഇനിയും കുറേ ദിവസം ഉണ്ടായാൽ മതി എന്ന് തോന്നും. അങ്ങനെ അതാണ് മനു. ഇപ്പോഴും കോഴിക്കോട് വിട്ടുപോകാൻ പ്രയാസമുള്ളവരാണ് ഈ അവരോട് പുസ്തകം വായിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ജോഷില. കഴിഞ്ഞു 4 ദിവസം പോരാ. അല്ലല്ല ജോഷില, ഞാൻ പറഞ്ഞേക്ക്, അവരോട് പുസ്തകം വായിക്കുന്നുണ്ടൊക്കെ ചോദിച്ചായിരുന്നല്ലോ. എന്നിട്ട് അവിടെ പോയിട്ട് ഏതെങ്കിലും പുസ്തകം വാങ്ങിക്കുകയോ ഏതെങ്കിലും സെഷനിൽ പങ്കെടുക്കുകയോ ചെയ്തിരുന്നോ? മനു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാപ്രകളുടെ കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് പുസ്തകം വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ സംവാദങ്ങൾ, ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായുള്ള സംവാദങ്ങൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ പുസ്തകം വെറുതെ പറയല്ല. തീർച്ചയായും രാഷ്ട്രീയ സംവാദങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചതുകൊണ്ട് കഴിഞ്ഞില്ല. എന്തായാലും ഇവർക്കെല്ലാവർക്കും കോഴിക്കോട് വിട്ടുപോകാൻ പ്രയാസമുണ്ട് എന്നതാണ്. തീർച്ചയായും അത് ഒരു പൊതുവായ കാര്യമാണ്. കോഴിക്കോട് എത്തിയാൽ പിന്നെ അവിടെ നിന്ന് വിട്ടുപോകാൻ മടിയാണ്. അത്രമാത്രം സ്നേഹമുള്ള മനുഷ്യർ, സ്നേഹമുള്ള നാട്ടുകാരൊക്കെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവർ നമ്മളെ ആതിഥ്യ മര്യാദ കൊണ്ട് സ്നേഹിച്ചു കളയും. ജോഷ്ലിയാണ് വിവരങ്ങളൊക്കെ നമുക്ക് നൽകിയത്.